സംസാരിച്ചോളൂ. മനുഷ്യ ശരീരവും മനസ്സും സ്വസ്ഥവും ശാന്തവുമായ മനസ്സ്, അരോഗമായ ശരീരം, രോഗമില്ലാത്ത ശരീരം, ഇവ തമ്മിലുള്ള ചേർച്ചയുണ്ടാകുമ്പോഴേ സുഖകരമായ ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സ് വളരെയേറെ വ്യാകുലപ്പെട്ട് കഴിയുന്ന ഒന്നാണ്. അപ്പോൾ ശാന്തമായ ഒരു മനസ്സുണ്ടാവുക, അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് രോഗങ്ങൾ ശരീരത്തിൽ, അപ്പം അരോഗമായ ഒരു ശരീരം, ഇവ തമ്മിലുള്ള ചേർച്ചയാണത്രേ ജീവിതത്തിൽ സുഖകരമായ ഒരു ജീവിതം ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അതിനുള്ള ഒരു പദ്ധതിയാണ് യോഗ അഭ്യാസം അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് സംഗീത ദിനം കൂടിയാണ്. സംഗീതത്തെ പറ്റിയും ഇത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ മനസ്സിനെ വളരെയേറെ ശാന്തമാക്കുന്ന ഒന്നാണ് സംഗീതം. എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ. പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ അത് ഒരുപാട് സന്തോഷം. നമ്മൾ അടുത്തുള്ള കുറേ പേര് വന്നു ചേർന്നതിൽ ഈ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പേഷ്യൻസും വന്നിട്ടുണ്ട്, പലരും ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ വന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ തന്നെ യുജ്യതേ അനേന ഇത് യോഗ എന്നാണ് പറയുന്നത്. യുജ് എന്നുള്ള ധാതു എന്നാണ് ആ വാക്ക് വന്നിട്ടുള്ളത്. അതിനർത്ഥം ചേരുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ചേർച്ച, അതാണ് യോഗ. അത് ഈ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും അത് കുട്ടികൾക്കാണ്. കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഒരുപാട് ഗാഡ്ജറ്റ്സ്, ഇൻഫോർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്രായത്തിൽ കിട്ടിയതുപോലെയല്ല, എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. കോൺസെൻട്രേഷൻ അവർക്ക് കുറയുന്നത്. എത്തുമ്പോൾ ഒരു ആധ്യാത്മിക ഉയർച്ച കൂടി അതിൽ ലക്ഷ്യം കാണുന്നുണ്ട്. ലക്ഷ്യം നമ്മൾ കൈവരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ യോഗ എന്ന് പറയുമ്പോൾ ഈ ഞാൻ സൂചിപ്പിച്ച പോലെ ശാരീരിക വ്യായാമം മാത്രമല്ല, അതിൽ മാനസികമായിട്ടുള്ള നമ്മുടെ ശരിയാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സമാധാനിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതേപോലെ ആധ്യാത്മിക നിലവാരത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ഘടകങ്ങളുമുണ്ട്. എന്താണ് പിന്നീടുള്ളത്? ധ്യാനം. അതേപോലെ ഇത് ഞാൻ പറഞ്ഞില്ലേ, സ്പിരിച്വൽ ഇതുകൂടി അതിൽ പ്രധാനപ്പെട്ടതാണ് ധ്യാനം. അത് നമ്മളെ ഇരുത്തി ചെയ്യുന്നതുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ശവാസനത്തിൽ കടന്നിട്ടുണ്ടാവും. എന്താണെങ്കിലും നമ്മുടെ മനസ്സിനെ മുഴുവൻ ശാന്തമാക്കുന്ന രീതിയിലുള്ള ക്രിയകളാണ് ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ മേൽപോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ശ്വാസം മേലോട്ട് എടുക്കണം. അത് കഴിഞ്ഞ് താഴോട്ട് വരുന്ന സമയത്ത് ശ്വാസം താഴോട്ട് കൊണ്ടുവരണം. എപ്പോഴും നമ്മൾ ആ ശ്വാസോടനുബന്ധിച്ചിട്ട് വേണം ഓരോ ആസനങ്ങളും എടുക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മുഖവര പറഞ്ഞത് മാത്രമല്ല യോഗ. ആദ്യമായിട്ട് ചെയ്യുന്നത് ശവാസനം, അതായത് ഡെപ്പോറി പോസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആ ശവാസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലന്ന് കടന്നിട്ട് കാല് രണ്ടും കുറച്ച് വിട്ട് ഒരു. ഇന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് യോഗയെക്കുറിച്ച് അറിയാനും യോഗ കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുമാണ്. ഇതിൽ പല ആൾക്കാരും മുമ്പേ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ആദ്യമായിട്ട് യോഗ ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടാവാം. അപ്പം എല്ലാവർക്കും പറ്റിയ കുറച്ച് ആസനങ്ങളും കുറച്ച് പ്രാണായാമവും പിന്നെ യോഗ നിദ്ര, ഇതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു കാലിലേക്ക് നമ്മൾ നമ്മുടെ ബോഡിയുടെ പവർഫുള്ള് കൊണ്ടുവരികയാണ്.
ആ കൈയിലേക്ക് നോക്കാം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ വീരഭദ്രാസനം. ഓ, എല്ലാവരും റിലാക്സ് ചെയ്യാം. മുകളിലേക്ക് മലർത്തി പിടിക്കാം. ഇതാണ് പൊസിഷൻ. ഓക്കെ, താടാസനത്തിന്റെ പൊസിഷൻ. നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത്, കൈകൾ പതുക്കെ പോകുന്നതോടുകൂടി കാലിന് പതുക്കെ ഏന്തി നിൽക്കണം. ഇതില് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കാൻ പറ്റും. ഇൻഹേൽ എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക, എക്സ്ഹേൽ എന്ന് വെച്ചാൽ പുറത്തേക്ക് ശ്വാസം എടുക്കുക. അപ്പൊ ഇൻഹേൽ ചെയ്യുക, പതുക്കെ കൈ പതുക്കെ താഴേക്ക്. ഓക്കെ, ഇൻഹേൽ പതുക്കെ കൈ പൊക്കി കൊണ്ടുവരിക. ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, കാലുകളില് ഏന്തി നിൽക്കണം. പുറത്തേക്ക് ശ്വാസം വിടുക കുനിയുമ്പോ. എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ. ഓക്കെ, റിലാക്സ്. Inhale, exhale. എല്ലാവരും റിലാക്സ് ചെയ്തോളൂ. പതുക്കെ കാലുകൾ ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുക്കുക. ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ. എന്തെങ്കിലും വേദന വരുന്നുണ്ടെങ്കിൽ ഏത് പോസ്റ്ററാണോ സുഖം അതിലിരുന്നോളൂ കേട്ടോ. ഇനി ഒരു കൈ പൊക്കി ബാക്കിലേക്ക് വയ്ക്കുക. മറ്റേ കൈ കൊണ്ട് ഈ കൈനെ പിടിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ നോക്കാം. ശരീരം നിവർന്നിരിക്കണം. നേരെ നോക്കാം കേട്ടോ, താഴേക്കല്ല, നേരെ നോക്കിയിരുന്നോളൂ. ഇൻഹേൽ, exhale, inhale, exhale. പരിശ്രമിക്കുക, വല്ലാണ്ട് ബുദ്ധിമുട്ടണ്ട, പറ്റുന്ന പോലെ പതുക്കെ ശരിയായിക്കോളൂ. ശരീരം നിറഞ്ഞിരുന്നോട്ടെ. നേരെ നോക്കുക. ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale, inhale, exhale. ഓക്കെ, സുഖമായിട്ട് ഇരുന്നോളൂ. ചമ്മ മണ്ണിട്ടാണെങ്കിൽ അങ്ങനെ, കാല് നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ. രണ്ട് കാലുകളും മുടിക്കുക. പറ്റാവുന്നിടത്തോളം മുടിച്ചോളൂ. ഓക്കെ, താഴെ വെച്ചോളൂ. വീണ്ടും വലത്തേക്കാല്,
ഇത് തന്നെ ഇടത്തെ കാലും ആവർത്തിക്കുക. മുട്ടുമടക്കി നെറ്റി കൊണ്ട് മുട്ടിൽ തട്ടിക്കാൻ ശ്രമിക്കുക. ഇനി 2 കാലുകളും മടക്കി മുട്ടിക്കാൻ നോക്കുക. ഓക്കെ, റിലാക്സ് ചെയ്തോളൂ. ഓക്കെ, പതുക്കെ ഇടത്തെ കാൽമുട്ട് മടക്കി വലത്തെ കാൽമുട്ടിന് മുകളിൽ വയ്ക്കുക. വലത്തോട്ട് തിരിയുക. ശരീരം വലത്തോട്ട്, മുഖം ഇടത്തോട്ട്. ഇൻഹേൽ, എക്സ്ഹേൽ. ഓക്കെ, വിരലും നിവർത്തുക. നടുവിരലും ചൂണ്ടുവിരലും മടക്കുക. തള്ളവിരല് വേറെ വെക്കുക. അതാണ് വിഷ്ണു മുദ്ര. ഇത് നമ്മുടെ മൂക്കിന്റെ അടുത്ത് ഇങ്ങനെ വയ്ക്കുക. ആദ്യം വലത്ത് മൂക്ക് തള്ളവിരൽ കൊണ്ട് വലത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുക, അടയ്ക്കുക. ഇടത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ശക്തിയായിട്ട് പുറത്തേക്ക് വിടുക. ഉള്ളിലേക്ക് പതുക്കെ എടുക്കുക. സ്പീഡ് കൂട്ടാവുന്നതാണ്. പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് താഴ്ത്തും. മറ്റു 2 വിരലുകൊണ്ട് ഒരെണ്ണം ചുണ്ടിന് മുകളിലും ഒരെണ്ണം ചുണ്ടിന് താഴെയും വയ്ക്കുക. ഓക്കെ, ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുക്കുക. വണ്ട് മൂളുന്നത് പോലെ. ശ്വാസം പുറത്തേക്ക് വിടാം. ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുക്കുക. പോലെ ശ്വാസം പുറത്തേക്ക് വിടാം. എല്ലാവരും ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ബാക്കി എല്ലാ ചിന്തകളും മാറ്റി വയ്ക്കുക. പതുക്കെ മൂക്കിലേക്ക് വരുന്നതാണ്.
വെച്ച് ഉപയോഗിക്കുന്ന അത് പെൻറ്റാറ്റോണിക് സ്കെയിൽ എന്നാണ് പറയുക. അപ്പോൾ ആ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണത് ഉണ്ടാക്കാനും. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൗണ്ട് നമുക്കിത് വായിക്കാൻ വളരെ എളുപ്പമായിട്ട് തോന്നാം, പക്ഷേ കുറേ പ്രാക്ടീസ് ചെയ്താൽ പല തരത്തിലായിട്ട് നമുക്കത് വായിക്കാൻ പറ്റും. പക്ഷേ സംഭവം സിമ്പിളാണെന്ന് തോന്നുന്നു വെച്ചാലും വളരെ പവർഫുള്ളാണ്. അപ്പോൾ കാരണം ഇതൊരു മെറ്റൽ ഷീറ്റാണ്, അതിനെ അടിച്ചടിച്ചാണ് ഈ ഒരു ശ്രുതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ആ നോട്ട്സ് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതാണ് റിലാക്സേഷന് വേണ്ടി ഇത് ഉപയോഗിക്കാം എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ എപ്പോഴും നമ്മൾ ഇതേപോലുള്ള യോഗ സെഷൻസിലും മ്യൂസിക് തെറാപ്പിയിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കാം. പല ആശുപത്രിയിലും പോയി പല മരുന്നുകളും കഴിച്ചു. അതൊന്നും തന്നെ ഫലപ്രദമായില്ല. ഒടുവിൽ മരണത്തെ വരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ ബെഡിൽ കിടക്കുന്ന അവസരത്തിൽ കുറച്ച് പക്ഷികളും മറ്റുള്ള ചില ജീവികളും എല്ലാം അദ്ദേഹത്തിൻ്റെ ആ ജനവാതിലിൻ്റെ അടുത്ത് വന്നു. അവർ തിരിയും മറിയും ഒക്കെ ചെയ്തു. ആ തിരിയും മറിയലും ഒക്കെ കണ്ടതോടുകൂടി ഇദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു പുതുതാമ്പ്. നിലത്തിരിക്കാൻ പറ്റില്ല. അങ്ങനെ കട്ടിൽ കടന്ന അദ്ദേഹം കുറച്ചു കാലം ഈ പക്ഷികൾ കാണിച്ച ആ പ്രകടനങ്ങൾ കണ്ടതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിൻ്റെ കേട് പരിപൂർണമായിട്ട് മാറി എന്നാണ് അദ്ദേഹം. അതുപോലെ തന്നെ ധാരാളം ഈ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല ഇവിടെ, യോഗ പഠിപ്പിക്കുന്ന ആളുകളില്ല. എന്നെ അല്പസ്വല്പം പഠിപ്പിച്ച ഒരാള് ചെമ്പ്രയിലെ മാധവൻ എന്ന ഒരാളാണ്. ചെമ്പ്ര എന്ന് പറയുന്നത് തിരുവനന്തപുരമല്ല, തിരുവേഗപ്പുറയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഒരാളാണ് ഇത് എന്നെ പഠിപ്പിച്ചത്. അദ്ദേഹം പഠിപ്പിക്കാൻ ഒരു കാരണം കൂടി പറഞ്ഞു, വളരെ വേഗത്തിൽ നിർത്താം. അദ്ദേഹത്തിൻ്റെ മകൾക്കൊരു പ്രത്യേക രീതിയിലുള്ള അസുഖം വന്നു. പെരിന്തൽ പിന്നെ യോഗാ ദിനമാണ്, അതേപോലെ തന്നെ മ്യൂസിക്കിൻ്റെ ഒരു ദിനം കൂടിയാണ്. ഒരുപാട് സന്തോഷമായി, രണ്ടും കൂടി നല്ലൊരു കോറിലേഷനിൽ. പിന്നെ മ്യൂസിക് തെറാപ്പി നമ്മളെപ്പോഴും കേൾക്കുന്നുണ്ട് അല്ലാണ്ട് ശരിക്കും അനുഭവിച്ചത് ഇന്നാണ്. കാരണം നമ്മളൊക്കെ പറയും ഇങ്ങനെ മ്യൂസിക് തെറാപ്പി നല്ലതാണെന്നൊക്കെ എല്ലാവരോടും നമ്മൾ പറയാം. പക്ഷേ ആ ഒരു ശീലം നമ്മൾ നല്ലതെന്നൊക്കെ പറയും, നമുക്ക് സ്വയം അനുഭവിക്കാൻ പറ്റിയത് ഇന്നാണ്. ഈ നമ്മുടെ ഈ എരുമംഗലത്തുള്ള ഈ വേദാരണ്യത്തിൽ വെച്ചിട്ടാണ്. ഒരുപാട് സന്തോഷമായി. ഇനി ഇതുപോലെ ഒരുപാട് പേര് ഇവിടെ വരട്ടെ, നമുക്ക് നല്ലൊരു സ്ഥാനം. എല്ലാവർക്കും മ്യൂസിക് ദിനാശംസകൾ. മനസ്സും വപുസ്സും മധ്യസേവയ്ക്കായി ശുദ്ധമാക്കാൻ സ്വച്ഛ ശാന്തമാക്കാൻ ശീലിക്കാം യോഗായനം, ശീലിക്കാം യോഗായനം. മനസ്സും വപുസ്സും മധ്യസേവയ്ക്കായി ശുദ്ധമാക്കാൻ സ്വച്ഛ ശാന്തമാക്കാൻ ശീലിക്കാം യോഗായനം, ശീലിക്കാം യോഗായനം. നനവാർന്നരുൾ തുടിപ്പോടി എന്നുള്ളതാണ്. 3 കാരണങ്ങളെ കൊണ്ടാണ് ഞാനിവിടെ എത്തപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത് യോഗയോടുള്ള പ്രത്യേകമായ താല്പര്യം, 2 സംഗീതത്തോടുള്ള താല്പര്യം, 3 പ്രകൃതി മനോഹരമായ വേദാരണ്യം എന്ന ഈ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ആയുർവേദത്തിന് ഒരുപാട് പ്രാധാന്യം നൽകി അതിൻ്റെ സത്ഫലങ്ങൾ ധാരാളം അനുഭവിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും 3 കാരണങ്ങളെ കൊണ്ടാണ് മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഞാനിവിടെ എത്തപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് യോഗയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ 10 വയസ്സിന് താഴെ ഉള്ളൊരു പ്രായത്തിൽ യോഗയിലേക്ക് വന്നപ്പോൾ എൻ്റെ അന്നത്തെ ഗുരുനാഥൻ പറയുകയുണ്ടായി, നിങ്ങളൊക്കെ വളർന്ന് വലുതാവുമ്പോൾ ആശയപരമായിട്ട് ഈ യോഗയോടും
പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ടാവും. എങ്കിലും സൂര്യ നമസ്കാരം എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും എന്ന് പറയണ്ടായി. ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾക്ക് തലവേദനയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിനെ ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് മുതൽ നേരത്തെ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഭസ്ത്രിക വളരെ കറക്റ്റായിട്ട് ചെയ്തതിൽ നിന്നും ആ നമ്മുടെ ബ്രെയിന് മുഴുവൻ അതിനൊരു മൂവ്മെന്റ് വന്നപ്പോൾ പിന്നീട് തലവേദന വന്നിട്ടില്ല. നമസ്കാരം. ഞങ്ങളിവിടെ വേദാരണ്യത്തിൽ വന്ന് ചികിത്സയൊക്കെ കഴിഞ്ഞു. വളരെയധികം മാറ്റമുണ്ട്, ക്ഷീണത്തിനൊക്കെ വളരെ കുറവുണ്ട്. ഇപ്പോൾ ഇത് കുട്ടികളുടെ ഒരു സംരംഭമാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും എല്ലാം സഹായങ്ങളും ഉണ്ടാവണം. എല്ലാവരും ഇവിടെ വന്ന് ചികിത്സ എടുക്കണം എന്നുള്ളൊരു എനിക്ക് പറയാറുള്ളത്. വളരെയധികം മാറ്റം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്ഷീണത്തിനൊക്കെ വളരെ കുറവുണ്ട്. അത് ഞാൻ തന്നെ പറയുമ്പോൾ നിങ്ങൾക്കത് ഒരു ഇതായിട്ട് തോന്നാം. അങ്ങനെ എന്തായാലും നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്, സ്വയം പുകഴ്ത്തി പറയാൻ ധരിക്കരുത്. ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് ചികിത്സ എടുക്കുക നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. നമസ്തേ, ഞാൻ ശാരദാനന്ദൻ. ഇവിടെ ഡോക്ടർ കിരൺ നമ്പൂതിരിയുടെ അമ്മയാണ്, അച്ഛനും അമ്മയാണ് ഞങ്ങൾ. ഇത് മകൻ്റെ കുട്ടിയാണ്. ഞങ്ങളിവിടെ 4 ദിവസമായി ചികിത്സയ്ക്ക് വന്നിട്ട്, കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. 2 നാലുകെട്ട് പോലെയുള്ളൊരു സ്ഥലമാണ്. അത് എല്ലാവർക്കും സന്തോഷവും ഉപകാരവും ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അതിലൊരു സന്തോഷം വേറൊരു കാര്യമുള്ളത് വെച്ചാൽ കുട്ടികളുടെ ഒരു സംരംഭമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടികളുടെ സന്തോഷവും ഇവിടെ ചെയ്യുന്ന ജോലിക്കാരുടെ സന്തോഷവും എല്ലാം ഞങ്ങൾ അനുഭവിച്ചറിയാണ്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പം എൻ്റെ മക്കൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അതൊരു സന്തോഷം പ്രദാനം ചെയ്യുന്ന നിമിഷങ്ങളായി മാറുകയാണ്. എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, പറയുന്നു. എല്ലാവരോടുമായിട്ടാണ് പറയണത്. അച്ഛന് നല്ല ക്ഷീണം വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. അതെന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അതിൽ മാത്രമാണ് എനിക്ക് സന്തോഷമുള്ളത്. വേറൊന്നുമില്ല, വേറെ ഒരു സംഗതിക്കും എനിക്ക് പ്രധാനം തോന്നുന്നില്ല. പക്ഷെ അച്ഛന് സന്തോഷമാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അതന്നെ, അതിലും വലിയൊരു കാര്യമില്ല. ഗുരുവായൂർ പൂജ ചെയ്യുന്ന ആൾക്കാരാണ്. ആ ഗുരുവായൂരപ്പൻ്റെ പൂജ അത് വല്ലാത്തൊരു സന്തോഷം തരുന്നതാണ്, സമാധാനം തരുന്നതാണ്. അതിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.